നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പമുള്ളത് ശ്രീ ജി അഞ്ജിത്ത്, അധ്യാപകനാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കണോമിക്സ് അധ്യാപകനാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപം ഒറ്റക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ശ്രീ ജി അഞ്ജിത്ത്. നമസ്കാരം ശ്രീ ജി അഞ്ജിത്ത്. നമസ്കാരം. താങ്കളെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ രസകരമായി താങ്കൾ ക്ലാസ് എടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് പഠിക്കാനും പഠിപ്പിക്കാനും അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല, ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ ആകുമ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രത്തിലേക്കൊക്കെ കുട്ടികൾക്ക് അങ്ങനെ കയറിപ്പോകാൻ പറ്റുന്ന ഒരു പ്രായമൊക്കെ ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. വീടിൻ്റെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ കണ്ടുപഠിച്ചവരാണ് കുട്ടികൾ. ഈ പറഞ്ഞ പോലെ വീട്ടിലെ അല്ലറ ചില്ലറ സാധന സാമഗ്രികൾ വാങ്ങുന്നതും അതിന് വേണ്ടുന്ന ചിലവും ഇതൊക്കെ ആയിരിക്കും അവരുടെ സാമ്പത്തിക ശാസ്ത്രം. പിന്നെ അവർക്ക് മിഠായി വാങ്ങാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റും ഒക്കെ വാങ്ങാനോ ഒക്കെ ഉള്ളത്. അതിലൊക്കെ അപ്പുറത്തേക്ക് ശാസ്ത്രീയമായി ഈ സാമ്പത്തിക ശാസ്ത്രത്തെ കാണുമ്പോൾ അവിടെ ഈ പറഞ്ഞ ടെർമിനോളജികൾ, ഫോർമുലകൾ, ഇക്വേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ താങ്കൾ ക്ലാസ് എടുക്കുന്നതിന് കണ്ടെത്തിയ രസകരമായ ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ഇക്വേഷൻസിനെയൊക്കെ കവിതയോ പാട്ടോ ഒക്കെ ആക്കി മാറ്റുക എന്നുള്ളത്. വളരെ രസകരമായി പോകുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനൊരു സംഗതി കണ്ടെത്തിയത്? ഇത് ആദ്യമേ ഞാനൊരു മുഖവുര പോലെ പറഞ്ഞോട്ടെ. എനിക്ക് ശരിക്കും മലയാളം കവിതകളും കഥയും ഒക്കെ വായന വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ നിമിത്തം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. അങ്ങനെ പുസ്തകങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് കൊറോണ കോവിഡ് സമയം ഒരു വലിയൊരു ബ്രേക്കായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ അവസരം ഒരുക്കിയ ഒരു സംഭവമാണ് നമ്മുടെ കേരള സർക്കാരിന്റെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ. അങ്ങനെ വിക്ടേഴ്സ് ചാനലിൽ ഇപ്പോൾ SSKയുടെ കോർഡിനേറ്ററായ ഹരികുമാർ സാറ് എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചു, എക്കണോമിക്സിന്റെ. അപ്പം നമ്മൾ കൊല്ലം ജില്ലക്കാർക്ക് അവസരം കുറച്ച് പതുക്കെയാണ് കിട്ടിയത്. ആദ്യം തിരുവനന്തപുരവും ഒക്കെയാണ് അവസരം കിട്ടിയത്. അപ്പൊ അങ്ങനെ അവസരം കിട്ടിയപ്പം കൈറ്റ് വിക്ടേഴ്സിലേക്ക് ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ നേരിട്ട് ലൈവ് ജീവിക്കുന്ന ഫയലുകളുടെ മുന്നിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരാണ് ഞങ്ങൾ. അതിനിടയ്ക്ക് എങ്ങനെയാണ് സ്ക്രീനിൽ നോക്കി ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ റെസ്പോൺസ് അറിയാതെ ഒരു അധ്യാപകനും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെ ഒരു വാക്കുത്തി പഠിപ്പിക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ ഹരികുമാർ സാറ് എന്നെ അടുത്ത് പറഞ്ഞത്, പിന്നെ ഒരു കാര്യം ചെയ്ത് സാറ് കഥകളും കവിതകളും ഒക്കെ പറയുന്നില്ലയോ, പിന്നെ സാർ ഇതിനകത്ത് നോക്കി പിന്നെ മൊബൈലിൽ നോക്കി കഥയൊക്കെ പറയാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ചുമ്മാതെ ഞാൻ എഴുതി വെച്ച കഥ നേരിട്ട് അവതരിപ്പിച്ച് ചൊൽക്കഥാ രൂപത്തിൽ അവതരിപ്പിച്ച് ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ടപ്പോഴാണ് എൻ്റെ പുട്ടുകുറ്റി എന്ന് പറയുന്ന ഒത്തിരി പേര് ശ്രദ്ധിച്ചതാണ്. അതിന്റെ സീരീസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവതരിപ്പിച്ചപ്പോഴാണ് പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്, എങ്ങനെയാണ് കൈറ്റ് വിക്ടേഴ്സ് ക്ലാസ് എടുക്കണം. ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടതിന് ശേഷം ഈ കുട്ടികൾ തന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക്ലാസ് എടുത്തത് അത്ര ശ്രദ്ധയൊന്നും വന്നതല്ല. പക്ഷെ രണ്ടാമത്തെ വർഷം കൊറോണ നീണ്ടുപോയപ്പം കേരള സർക്കാരിന്റെ കൈറ്റ് വിക്ടേഴ്സിന്റെ വിക്ടേഴ്സിന്റെ പിന്നെ രണ്ടാമത്തെ വർഷം സീസൺ 2 എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോൾ അത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് പിന്നെ SCERTയുടെ റിസർച്ച് ഓഫീസറായ ശ്രീ രഞ്ജിത്ത് സുഭാഷ് സാറിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്ന ആളല്ല. കാരണം സാറാണ് ഇതിനൊരു തുടക്കമിട്ടത്. എങ്ങനെ വ്യത്യസ്തമാക്കാം, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഇപ്പം ബിനോയ് സാർ പറഞ്ഞതുപോലെ വെറും ഡ്രൈ ആണ്, ഇക്വേഷനാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെ ഡ്രൈ ആയിട്ടൊരു സബ്ജക്റ്റാണ്, മാത്സിന്റെ മറ്റൊരു വകഭേദമാണ്. എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന എന്തുവാ, ഇപ്പം വാൾപ്പയറ്റുകാരന് വാളും കൊണ്ടല്ലേ പാട്ട് പാടാൻ പറ്റൂ എന്ന് പറയുന്നില്ല. എനിക്കറിയാവുന്ന സാറേ ഒരു കാര്യം ചെയ്യാം, കുറച്ച് പാട്ടുകളൊക്കെ ചേർത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2-3 എഴുതാൻ പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എക്കണോമിക്സ് അറിയാത്തവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ കൂടുതൽ എന്ത് കഴിച്ചാലും ആദ്യം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, കഴിച്ചങ്ങോട്ട് കഴിയുമ്പോൾ വിശപ്പ് മാറും. രണ്ടാമതൊരെണ്ണം എന്ത് ആഹാരം കഴിക്കുമ്പോഴും വിശപ്പ് കുറഞ്ഞു വരും. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എക്കണോമിക്സ് അറിയാത്ത ആൾക്കാർ പോലും എന്താണ്, ഇപ്പൊ റിസർവ് ബാങ്കിന്റെ ഓഫീസർ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും ആൾ ചോദിക്കും എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, സിനിമയിൽ ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഞാൻ ഒരു പാട്ട് എഴുതിയിട്ട് സാറിന് അയച്ചു കൊടുത്തു. അപ്പൊ സാറ് പറഞ്ഞു, പക്ഷേ ഇത് SCERTയുടെ ഒരു രീതിയുണ്ട്, നമ്മൾ അധ്യാപകർ എന്ത് ചെയ്താലും അത് വെരിഫൈ ചെയ്യുന്നത് കോളേജ് അധ്യാപകരാണ്, ഗവൺമെന്റ് കോളേജ് അധ്യാപകരായിരിക്കും മിക്കവാറും തരുന്നത്. അങ്ങനെ കാര്യവട്ടത്തെ 2 സാറുമാരും ഇതേപോലെ ഗൂഗിൾ മീറ്റ് വന്നു, രാത്രികളായിരുന്നു. 2 സാറുമാരും രഞ്ജിത്ത് സുഭാഷ് സാറിനുള്ള മീറ്റിംഗ് കൂടി.
ഞാൻ ഈ പാട്ട് അവതരിപ്പിച്ചു. അവർ ഓക്കെ പറഞ്ഞു. അതാണ് ഞാൻ വിക്ടേഴ്സിലൂടെ അവതരിപ്പിച്ച പാട്ടൊന്ന് പാടാമോ? അത് ഡിമിനിഷിംഗ് മാർജിനൽ അന്തസ്സത്ത എന്ന് പറയുന്നത്, നല്ല വിശന്നിരിക്കുന്ന ഒരാൾ നിരന്തരമായ ആഹാരം കഴിക്കുമ്പോൾ വിശപ്പ് കുറഞ്ഞു വരും. അത് ഇങ്ങനെയാണ്. അത് പാട്ടും ഗദ്യ രൂപത്തിലാണ് ഞാൻ അന്ന് എഴുതിയത്. പിന്നെയാണ് തനിപ്പാട്ടിലേക്ക് പോയത്. ഇങ്ങനെയാണ് പാടിയത്. കാലത്തെ നല്ല വിശപ്പ് തോന്നി, ഒരു ദോശ തിന്നുവാൻ തെല്ലൊരാശ തോന്നി, ഒരു മസാല ദോശ ചുട്ട് അമ്മ തന്നു, ദോശ തിന്നപ്പോ പിന്നെയും കഴിക്കാൻ ഒരാശ തോന്നി, ഒന്നായി രണ്ടായി പിന്നെയും ദോശ, എങ്കിലും ആദ്യത്തെ ദോശ നല്ല രുചിയുള്ള ദോശ, ഓരോരോ ദോശയും കഴിക്കവേ രുചിയും കുറഞ്ഞു വന്നു, വിശപ്പൊന്ന് മാറിയപ്പോ അയ്യോ എനിക്കിനിയും കഴിക്കാൻ ആവില്ലല്ലോ എന്ന് നിരാശ തോന്നി, എങ്കിലും ആ ദോശയത് ദോശ തന്നെ, ആദ്യത്തെ ദോശ അതോർക്കുമ്പോൾ വായിൽ വെള്ളമൂറും, നാക്കിൽ കപ്പലോട്ടം. ഇതാണ് കൈറ്റ് പിക്ചേഴ്സിൽ ഒറിജിനൽ വീഡിയോ കിടപ്പുണ്ട്, ദോശപ്പാട്ട്. ഈ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ? ഞാൻ അടുത്തിടയ്ക്ക് കണ്ടത്, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതിലേക്ക് വന്നത് ഞാൻ പറയാം. അങ്ങനെ ഇങ്ങനെ എക്കണോമിക്സിന്റെ പാട്ടൊക്കെ എഴുതി ഞാനൊരു സർക്കാരിന്റെ അനുമതിയൊക്കെ മേടിച്ച് ഒരു പുസ്തകമൊന്നുമല്ല, ഇങ്ങനെ ഒരെണ്ണം ആക്കി വെച്ചിരിക്കുന്നതാണ് പാടിയിടാം ധനശാസ്ത്രം. അതിപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇനി ഡെൽറ്റ ഇപ്പോൾ വൈറലായി എന്ന് പറഞ്ഞ പാട്ട് ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം കുറെ വർഷങ്ങൾ കൊണ്ട് ഇതിനകത്തൊക്കെ അഭ്യസിക്കുന്നെങ്കിലും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടത് ഈ പാട്ടിലൂടെയാണ്. വരാൻ പോകുന്ന ഈ പാട്ട് ഇതിലേക്ക് വന്നെത്തിയ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 137K ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു പാട്ടാണ്. അപ്പോൾ അതിനകത്തെ അതിൻ്റെ രസം ഇങ്ങനെയാണ്. പൊതുവെ ഞങ്ങളെ ഹയർ സെക്കൻഡറി അധ്യാപകരിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് പഠിപ്പിക്കുക ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, ശരിക്കും കണക്ക് അധ്യാപകർ, ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ വളരെ കഷ്ടപ്പെടുക. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്ക് പിള്ളേരങ്ങ് ആലസ്യത്തില്ല. 3:30 പീരീഡ്, ലാസ്റ്റ് പീരീഡ് 4:45 വരെയൊക്കെ ഇല്ലേ സമയം. അപ്പോഴത്തേക്ക് ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഉറക്കത്തിന്റെ മണ്ണിലേക്ക് പോകും. ലാസ്റ്റ് പീരീഡ് അപ്പോൾ എക്കണോമിക്സും കണക്കും ഒക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഞങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഉറക്കത്തിന്റെ മൂഡിലാണ് ആണ്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്ന ഈ ഇക്വേഷൻ പഠിപ്പിച്ച ഏത് എക്കണോമിക്സിന്റെ പരീക്ഷയിലും 2 സ്കോറാണ്. 80-ൽ 2 സ്കോർന്ന് ഞാൻ പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഇക്വേഷൻ പഠിപ്പിക്കാൻ ചെന്നപ്പം കാണണം, പ്രിയ സാറന്മാരെ കാണണം, പിന്നെ 3-4 കുട്ടികൾ, 3-4 നല്ലൊരു ശതമാനം കുട്ടികൾ ഡെസ്കിൽ കമന്നങ്ങ് കിടക്കുക. അയ്യോ ഈ ലാസ്റ്റ് ഇവിടെ പഠിപ്പിക്കാൻ വയ്യ സാറേ. ഞാൻ പറഞ്ഞു എനിക്ക് പഠിപ്പിച്ചേ പറ്റൂ, ഇന്ന് ഇവിടെ പോയി പഠിപ്പിച്ചാലേ ഇതിന്റെ ബാക്കി നാളെ പടങ്ങളൊക്കെ വരിക. എങ്കിൽ സാറ് പാടും. ഉടൻ പറയുക പാട്. ഇതാണ് ആ പാട്ട്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, പാടിയിടാം ധനശാസ്ത്രം പാട്ടായി പറഞ്ഞിടാം, പാടല്ല നിയമങ്ങൾ പാട്ടായി പഠിച്ചെന്നാൽ. ഈ പാട്ടം കൂട്ട് പാടിയതും ഒരു അത്ഭുതം. ആദിത്യരാജൻ എന്ന് പറഞ്ഞ ആ പയ്യന് അച്ചൻകോവിലുള്ളതാണ്. അവൻ ചാടി എങ്ങനെയിട്ട് തുള്ളാൻ തുടങ്ങി. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അവിടെ അടുത്ത ബാക്കി പിള്ളേര് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അല്ല, ഇത് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കണക്ക്, ഈ സാമ്പത്തിക ശാസ്ത്രം, ഇതൊക്കെ ഇങ്ങനെ അല്ലാതെ എങ്ങനെ പിള്ളേരുടെ മനസ്സിൽ കയറും എന്നുള്ളൊരു ചോദ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ. അല്ല, സത്യമാണ്. നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാം കാലത്തിനൊത്ത് മാറിയേ പറ്റത്തുള്ളൂ. നമ്മളൊരു ഇക്വേഷൻ ഇട്ടിട്ട് പടം വരച്ചങ്ങോട്ട് വെക്കുക. അപ്പൊ ഇവന്മാർ ഇങ്ങനെ കിടന്നാൽ നമ്മൾ എണീപ്പിക്കണ്ടേ? അപ്പം ശ്രദ്ധിക്കും മോനെ, മനസ്സിലായോ മോനെ, വടിയൊന്നും പണ്ടത്തെ പോലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ടെക്നിക്ക് ഇങ്ങനെയാണ്. നോക്കട മോനെ കിടക്കണ കണ്ടോ വീണ്ടും വെലിഞ്ഞ് MC റോഡ്, കാറും ജീപ്പും ലോറിയും ബസ്സും വരിയായി കിടക്കണ കണ്ടോ. ഉടനെ വരയ്ക്കും കാറ്, ബസ്. ഇങ്ങനൊക്കെ പഠിപ്പിച്ച് ഇന്നത്തെ കാലത്ത് ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അവസ്ഥ. ഒരു കഥ ഇതാണ്. അച്ഛനും മോനും കൂടെ MC റോഡിൽ കല്യാണത്തിന് പോവാ, കൊട്ടാരക്കര ആയൂന്ന്. അപ്പൊ എന്തോ പറ്റിയ ബ്ലോക്കായി. ലാസ്റ്റ് പന്തി ചെന്ന് കയറി. രാവിലെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോവാണെങ്കിൽ ഇപ്പം ചെറുക്കനെ പെണ്ണിനെ പോലും നോക്കത്തില്ല. കല്യാണത്തിന് ചെന്ന് കയറുക ലാസ്റ്റ് പന്തിയിലായിരിക്കും. ലാസ്റ്റ് പന്തി ചെന്ന് കയറിയ പായസവും കാണും, പപ്പടവും കാണും. എനിക്ക് കിട്ടിയൊരു അവസ്ഥയാണ്. അപ്പൊ ഞാനിത് പാട്ടായിട്ട് ഇങ്ങനെ പാടി പിള്ളേരെ കേൾപ്പിച്ചു. നൊക്കട മോനെ കിടക്കണ കണ്ടും വീണ്ടും മെലിഞ്ഞ് MC റോഡ്, കാറും ജീപ്പും ലോറിയും ബസ്സും വരിയായിട്ട നിക്കണ കണ്ടു.
അപ്പൊ മോൻ പറയാണ്, എന്തുട്ടച്ച എങ്ങനെ പോകും കല്യാണത്തിന് ലാസ്റ്റ് ഒരു പന്തി വന്നതു പെട്ടാൽ പപ്പടമില്ല പായസമില്ല പിന്നുള്ളത് വല്ലോ തൊട്ടതു കൂട്ടാം. ഇനി എങ്ങനെ പോകും എന്നുള്ളതിന് സൊല്യൂഷൻ, നടനടമോനെ നടനടവേഗം നടരാജൻ വണ്ടി, നടനടമോനെ നടനടവേഗം നമ്മുടെ നടരാജൻ വണ്ടി, നോക്കടമോനെ നടരാജൻ വണ്ടിയെ ഈ സംഭവത്തെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏത് കാര്യവുമായിട്ടായിരിക്കും താങ്കൾ ബന്ധപ്പെടുത്തുക? ഇത് മറ്റൊന്നുമല്ല, രസകരമായി ഇടയ്ക്ക് വെച്ച് പിള്ളേരെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി, ഒന്ന് അനക്കാൻ വേണ്ടി എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഉച്ച കഴിഞ്ഞ് ഒന്ന് മയങ്ങി പഠിക്കാൻ ക്ലാസ്സിലാണ് എന്നാൽ വല്ലോ പഠിക്കുന്നുണ്ടോ വല്ലോ തലയിൽ കയറുന്നുണ്ടോ അതുമില്ല. ആ അവസ്ഥയിൽ കണ്ണൊക്കെ മയങ്ങിയിരിക്കുന്നവന്മാരെ ഒന്ന് തട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം. ഇനി എക്കണോമിക്സിന്റെ ഒരു 8 സ്കോർ മാർക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വെക്കുന്ന ഒരു 8 സ്കോറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് എഫ് ബിയിൽ ഇട്ടത്. TFC TVC എന്ന് പറയുന്നത് എക്കണോമിക്സ് പഠിച്ചതാണോ? അല്ലല്ല, ഞാൻ ഡിഗ്രിക്കാണ് പഠിച്ചത്, മാനേജീരിയൽ എക്കണോമിക്സ് ആണ് പഠിച്ചത്, BBA. അപ്പം പഠിച്ചു കാണും. എക്കണോമിക്സ് പഠിച്ചത്. അപ്പൊ എക്കണോമിക്സ് അറിയാവുന്ന ഒരാളാണ് ഇത് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ മനസ്സിലാവാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനിപ്പോൾ അതൊന്ന് പാടാം. അത് ഒരു essay ക്വസ്റ്റ്യൻ കേട്ടോ, ഇത്രയുണ്ട്, നീണ്ടു കിടക്കുകയാണ്. അപ്പം അത് എക്കണോമിക്സിന്റെ 8 സ്കോറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കണക്ക് ചെയ്യാനാണ്. പക്ഷെ പ്രശ്നം പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും മറിച്ചൊക്കെ വയ്ക്കും, കറക്റ്റ് ആകത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കാനുള്ള എളുപ്പം എന്താണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി റെസ്പോൺസ് കുട്ടികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന കഥ ഞാനിവിടെ പറയാം. ഞാൻ ഈ ഡെൽറ്റ സോങ് പാടിയിട്ട് FBയിൽ ചുമ്മാതിട്ട്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു. അത് എങ്ങനെയോ ഇടയ്ക്ക് വെച്ച് ഫോണിൽ ചുമ്മാ ഇരിക്കുമ്പം പിള്ളേരൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കാണിച്ചു തരും. എങ്ങനെയോ അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡായി. അത് വേറെ ഒരു പയ്യൻ കാണിച്ച വികൃതിയാണെന്നാ തോന്നുന്നത്. അപ്പം അങ്ങനെ ഇട്ടപ്പം ഇതിന്റെ റെസ്പോൺസ് ചെയ്യാൻ കണ്ട്, സാറേ ഇനി GDP, ഈ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, കൂടുതലും പകുതിയും ചീത്തവിളിയായിരിക്കും. ഒരു പയ്യൻ എഴുതിയ കമന്റ് ആണ് ഏറ്റവും രസം കേട്ടോ. ഞാൻ ഈ പാട്ട് ഇങ്ങനെ എഴുതിയപ്പോൾ രണ്ടാമത് ഇട്ട പാട്ട് ഇതായിരുന്നു, P1x1 + P2x2 = M. 2 സ്കോറിന്റെ ക്വസ്റ്റ്യനാ. ഈ ക്വസ്റ്റ്യന് അവൻ എഴുതിയത് നല്ല ഒന്നാന്തരം ഒരു തെറിയ. എന്നിട്ട് അവൻ അടിയിരുന്നു. എനിക്ക് ഇക്വേഷൻ അറിയാമായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ അതിൻ്റെ ഇടയ്ക്കിട്ട് ഒരു തരികിട തരികത്തോം ഞാൻ ഒരു ഇത് കൊടുത്തു, ഏതാ താളം കൊടുത്തു. അവൻ പറയാ ഇക്വേഷൻ മറന്നുപോയി, ഇനിയിപ്പോ തരികിട മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ പക്ഷെ ഒരു പയ്യന്റെ കമന്റ് ക്രിയാത്മകമായിരുന്നു, സാറേ കോസ്റ്റ് സോങ്. അങ്ങനെ അവന് വേണ്ടി എഴുതിയതാ. ഇത് ചിലർക്കൊക്കെ വേണ്ടി എഴുതുന്നതാണ്. ചിലർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളിത് കുട്ടികളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് പഠിക്കുന്നവൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നു. പഠിക്കേണ്ടവൻ സാറേ അടുത്തത് തരൂ എന്ന് പറയുന്നു, പാട്ടായി തരൂ എന്ന് പറയുന്നു. അവനത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അവനതിലെ തരികിടയാണ് കണ്ടതെന്ന് മാത്രം, അതിനെ നമുക്ക് അങ്ങനെ കളയാം. അല്ല, തീർച്ചയായിട്ടും ഏത് കാര്യത്തിനും ഗുണവും ദോഷമുണ്ട്. ചിലർ പറയും കൺസെപ്റ്റ്. ഞാൻ SCRT പറഞ്ഞത് ഈ പാട്ട് SCRT പറഞ്ഞപ്പോൾ ഒരു സാറിൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി, കൺസെപ്റ്റ് അറിയാതെ പാട്ട് പഠിച്ച പാട്ട് മാത്രമേ പഠിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞെന്താ, കൺസെപ്റ്റ് പിന്നെ പഠിച്ചോളൂ, എന്തോ അർത്ഥമൊന്നും പിന്നെ ആയിരിക്കും പഠിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ഈ PSC പോലെയുള്ള മത്സര പരീക്ഷകളിൽ ഈ ഇക്വേഷൻസ് ഓർത്തു വയ്ക്കാൻ, ഫോമുലാസ് ഓർത്തു വയ്ക്കാൻ, ചില ടെർമിനോളജികൾ ഓർത്തു വയ്ക്കാൻ ഒക്കെ ഈ പറഞ്ഞ പാട്ട് രീതി മുതിർന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഈ PSC ട്രെയിനേഴ്സ്, അവരൊക്കെ ഇത് അങ്ങനെ അത് അറേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ട്. അവർ തന്നെ അതിനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി അത് തന്നെ പാട്ടായിട്ട് പാടി കൊടുക്കുന്നുണ്ട്. ഈ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിലേക്ക് അത് വിദഗ്ധരായിട്ടുള്ള സാറന്മാര് ഇങ്ങനെയുള്ള കടങ്കഥകളുടെയൊക്കെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, അവർ പറയുന്നതല്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കാനുള്ള എളുപ്പത്തിന് ഇതൊക്കെ ഈ കോസ്റ്റ് പാട്ട് ഞാൻ പാടും. അത് ഇച്ചിരി 8 സ്കോറിന്റെ ക്വസ്റ്റ്യൻ. ഇത് പഠിച്ചു വെച്ചാൽ കറക്റ്റ് അറിഞ്ഞിടാത്തൊരു കുട്ടിക്ക് ഇത് പഠിച്ചു വെച്ചാൽ 8 സ്കോറും കിട്ടും എന്നുള്ളതാണ് സത്യം. ഇതെങ്ങനെയാണ്, അതായത് 8 മാർക്കാണ് ഇപ്പൊ ഈ പാടാൻ പോകുന്നത്. യെസ്, ഇത് പാടി കഴിയുമ്പോൾ 8 സ്കോറാ അവന് കിട്ടുന്നത്. TFC TVC TC EFC ABC AC MC ഓടിവാ മോളെ പാടിപ്പാ മോനെ TFC TVC TC AFC ABC AC MC TFC TVC കൂട്ട TC ദേ ഉണ്ട് മുന്നിൽ AFC ABC കൂട്ട
AC ദേ ഉണ്ട് മുന്നിൽ, ഒന്നീന്നൊന്ന് കുറച്ചാൽ മറ്റൊന്ന് കിട്ടുന്ന കാര്യം, ഒന്നൊന്നായി പാടി പഠിച്ചാൽ ഒന്നാമതായി മാറ്റാം നമ്മുടെ പാഠം. ദേയപ്പം കൊട്ടൊന്നു കേട്ടോ, ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല, അവൻ പുറകെ വന്ന് കൊട്ടുക, എന്നെ എന്താ കളയാത്ത, സൂപ്പർ സ്റ്റാറാ, അവനാണ് സൂപ്പർ സ്റ്റാർ. ദേയപ്പം കൊട്ടൊന്നു കേട്ടോ, എന്നെ മറന്നൊന്ന് MC, ഇല്ല മറക്കാതെ ചൊല്ലാം, പൊന്നല്ലേ നീ എന്റെ യൂഷേപ്പല്ലേ കയറുവേ, ഉൽപ്പന്നം ഒന്ന് കൂട്ടാനായി ഉളവാകും ചെലവല്ലോ നീയ്, ഓടിവാ മോളെ പാടിപ്പാ മോനെ TFC TVC TC AC AVC AC MC. അല്ല, ഇതിൽ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഈ അഡ്രസ്സ് ചെയ്യുന്നത്, ഓടിവാ മോനെ പാടിപ്പോവാം, ചാടിവാ മോനെ നടരാജൻ മോനെ. ആ, അല്ല, ഈ പ്രയോഗങ്ങളൊക്കെ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, എടാ അത് പഠിക്കുക, അല്ല ഇത് പഠിക്കുക, എടാ ഇങ്ങോട്ട് നോക്കടാ എന്ന് പറയുന്നതിന് പകരം ഓടിവാ മോനെ ചാടിവാ മോനെ എന്ന് പറയുന്നതിന്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇതായിട്ടുള്ളത് ഇതാ തോന്നി, ദേയപ്പം കൊട്ടൊന്നു കേട്ടോ. അത് MC എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്നെ കുറിച്ച് എന്താ പറയാത്തേന്ന്. ദേയപ്പം കൊട്ടൊന്നു കേട്ടോ, എന്നെ മറന്നൊന്ന് MC, ഇല്ല മറക്കാതെ ചൊല്ലാം, പൊന്നല്ലേ നീ എന്റെ ഷേപ്പിന്റെ പേര് യു ഷേപ്പാ, എന്റെ പടം വരയ്ക്കുമ്പോ, പൊന്നല്ലേ നീ എന്റെ യു ഷേപ്പല്ലേ കയറുവേ. ഒരുപക്ഷെ ഈ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഒരു പാഠം പറഞ്ഞു കൊടുത്താൽ പഠിച്ചു പോകുന്ന തരം കുട്ടികളുണ്ട്. അവർക്ക് അഡീഷണൽ അസിസ്റ്റൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപക്ഷെ പാട്ടായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർ പഠിക്കുകയും ഒക്കെ അങ്ങ് ചെയ്യും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് വേണ്ടുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും എല്ലാ സ്കൂളുകളിലും ഉണ്ടാകും. 50 കുട്ടികളും ഒരുപോലെ അല്ലല്ലോ പഠിക്കുക. അതിലൊരു 5% അവർക്ക് ട്യൂഷൻ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സ്വയമേ പഠിക്കാനുള്ള ശേഷി കൊണ്ടോ ഒക്കെ അവരങ്ങ് പഠിച്ചു പോകും. അല്ലാത്ത അതിന് താഴെ വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഈ ഒരു അഡീഷണൽ അസിസ്റ്റൻസ് ഈ പരീക്ഷാ കാലത്തൊക്കെ കൊടുക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് ഇത് എത്രത്തോളം പ്രയോജനകരമാവുന്നുണ്ട്? തീർച്ചയായിട്ടും ഞാൻ ഈ പാട്ടൊക്കെ സ്കൂളിലും വേദിയിലും ഒക്കെ പാടാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കലെ സ്കൂളിനെ കുറിച്ചൊരു പാട്ട് പാടുന്ന പിള്ളേർ എന്നെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പാടിക്കും. അപ്പൊ പാടുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്നത്, സാർ ഇങ്ങനെയൊക്കെ കാണിച്ചു നടന്നാൽ പോലെ, സാർ ഇച്ചിരി ബാസും ഇച്ചിരി സ്റ്റൈലും ഒക്കെ നാക്കിയിട്ട് ആ വേടനൊക്കെ കണ്ട കാശുണ്ടാക്കുന്നു, ഇതേപോലെ അങ്ങോട്ട് ഇറങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിപ്പം പാടുന്നില്ലേ, എന്ത് ഒരു പയ്യൻ പറയും, സാറിപ്പം പാടുന്നില്ലേ, അതിന് കുറച്ച് മുട്ടുമൊക്കെ കൊടുത്താൽ വേടനായിട്ട് മാറ്റാറുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അക്കാദമിക്കലി അവർക്ക് എന്ത് ഗുണം, എന്ത് ബെനിഫിറ്റാണ് ഇങ്ങനെ ക്ലാസ് എടുത്ത് തുടങ്ങിയതിന് ശേഷം അവർക്ക് ഉണ്ടായിട്ടുള്ളത് പറയാം. തീർച്ചയായിട്ടും ഞാൻ ഇപ്പം പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലേ, അത് അറിയാവുന്ന ഒരു കുട്ടിക്ക് അപാലിക്കുക, ശരിയാണല്ലോ ഇങ്ങനെ, ഇത് അവർക്ക് ഈ കൺസെപ്റ്റ് ഇത്രയും എളുപ്പമാണ്, ഇത്രയും പാടുള്ള കാര്യമൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സ് വളരെ ഈസിയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷന്റെ രൂപവും ഇതുമൊക്കെ കാണുമ്പം ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ എന്താ പിന്നെ ഇത് കണക്കൊക്കെ ചെയ്യാൻ, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 2, 3, 4 കണക്കൊക്കെ എളുപ്പം ചെയ്തു പെട്ടെന്ന്. അപ്പോൾ കണക്കൊക്കെ പഠിക്കാനൊക്കെ ഓർത്തിരിക്കാൻ നമുക്ക് ഈ മെമ്മറി പവർ അല്ലേ, മെമ്മറി പവർ വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പറ്റും. ഇപ്പം ഡെൽറ്റ Q എന്ന് പറയുന്ന ഇക്വേഷൻ 2 സ്കോറാണ്, ജയിക്കാനത് മതി. ശരിക്കും പറഞ്ഞാൽ പലരും പരീക്ഷ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ പറയാം, ഒന്ന് ആ ഡെൽറ്റ Q/Δp ഇൻറ്റു എന്ന് പറയുന്നതിന് വരെ -ഇട്ട് വയ്ക്കും, ഡിവൈഡ് ചെയ്തിട്ട് വയ്ക്കും, ഫലം എന്തോ മാർക്കങ്ങ് പോവുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഞാനിപ്പോൾ ഇത് പഠിച്ചു, ഡെൽറ്റ Q/Δp ഇൻറ്റു P/Q ഇൻറ്റു, അത് താങ്കളത് പാടുമ്പം P/Q എന്ന് പാടി നിർത്തും അല്ലേ? ഒരിക്കൽ കൂടെ പാടാമോ? അത് കേൾക്കാനുള്ള രസം കൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഇത് സയൻസ് കുട്ടികളൊക്കെ പഠിക്കും. എനിക്കതൊക്കെ തമാശ കേട്ടോ, സയൻസ് കുട്ടികളൊക്കെ ഇപ്പം പാടുന്നത് ഡെൽറ്റ Q/Δp ഇൻറ്റു P/Q, ഡെൽറ്റ Q/Δp ഇൻറ്റു P/Q. ഈ ഡെൽറ്റ പാട്ട് കാരണം താങ്കൾക്ക് ഈ വടക്കൻ കേരളത്തിലെ അധ്യാപകർ ഡെൽറ്റ എന്നൊരു പേരിട്ടതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ? അത് അതിന്റെ സത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് അങ്ങേ വർഷം കേരളത്തിൽ ആദ്യമായിട്ട് വെക്കേഷൻ സമയത്ത് അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്ന രീതി സർക്കാർ തുടങ്ങി. ആ ഒരു മാസം പെരിന്തൽമണ്ണയിൽ 2 ബാച്ചിലായിട്ട് ഞാൻ മാസ്റ്റർ ട്രെയിനിയിൽ 5 പേരിൽ ഒരാളായിരുന്നു.
അങ്ങനെ ഇതിലൊക്കെ എന്നെയൊക്കെ വിളിക്കുന്നതിന്റെ കാര്യം എന്തോ ഞാനിങ്ങനെ പാടുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമ്മളെയൊക്കെ വിളിക്കൂ. ഞാനിങ്ങനെ ഇതൊക്കെ പാടുകയും എന്തിനാ ഇടുന്നൊക്കെ പലരും ചോദിക്കുന്നെങ്കിലും ചിലരൊക്കെ കളിയാക്കും കേട്ടോ. പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇടുന്നോണ്ടല്ലേ നമ്മളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ വിളിക്കില്ല. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിൽ റെഗുലർ എക്കണോമിക്സ്, സാധാരണഗതിയിൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ അവരെ പോലെ ഒരാൾ ആയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശ്രദ്ധിക്കപ്പെടുത്തുള്ളൂ എന്നുള്ള കാര്യം. പിന്നെ ബിനോയ് പറഞ്ഞതുപോലെ എനിക്ക് നാടൻ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ നാടൻ പാട്ടിന്റെ സന്നിവേശമാണ് ഇവിടെ വന്നത്. ഈ പാട്ടുകളിലെല്ലാം നാടൻ പാട്ടിന്റെ, ഇപ്പൊ ബിനോയും നല്ലൊരു പാട്ടുകാരനൊക്കെയാണ്, അറിയാലോ. അപ്പൊ പിന്നെ നാടൻ പാട്ടിന്റെ സന്നിവേശം ഇതിനകത്ത് കൊണ്ടുവന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഇപ്പം ഓടിവമ്മോളെ പാടിപ്പമ്മോനെ എന്നൊക്കെ പറഞ്ഞ നാടൻ പാട്ടിന്റെ സ്റ്റൈലല്ലേ, ചേരുവയല്ലേ നമ്മുടെ സബ്ജക്റ്റിൽ കൊണ്ടുവന്നു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഡെൽറ്റ സോങ്ങിനെ കുറിച്ച് പറയാം. ഞാൻ വടക്കൻ കേരളത്തിൽ ചെന്നപ്പം ഇങ്ങനെ പെരിന്തൽമണ്ണയിൽ ട്രെയിനിങ് കഴിഞ്ഞപ്പം ഞാൻ ഈ പാട്ട് പിന്നെ പാടി ഒരു സാറ് സേവ് ചെയ്തിരിക്കുന്നു. എൻ്റെ പേരല്ല, ഡെൽറ്റ. എനിക്ക് അതിശയം സാറിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു, ഡെൽറ്റ. ഞാൻ അതിശയിച്ചു, സത്യം പറഞ്ഞ ആലോചിച്ചു നോക്കും. അതൊരു പ്രോത്സാഹനം കൂടെയാണ്, അതൊരു അംഗീകാരം കൂടെയാണല്ലോ. അല്ല, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാറാണ്. അപ്പം അത് മാത്രമല്ല, പിന്നെ ഇപ്പോഴും പിന്നെ ഈ ഒരു പാട്ടിലൂടെയാണ് കേരളത്തിൽ മുഴുവന് പല എക്കണോമിക്സ് അധ്യാപകര് പല ഗ്രൂപ്പുകൾ ഷെയർ ചെയ്ത പാട്ടാണ്. അതുമാതിരി ഇപ്പൊ ഈ പരീക്ഷാ സമയം ആയതുകൊണ്ടായിരിക്കാം ഈ ഡെൽറ്റ സോങ് ഇത്രയും പേര് കേട്ടത്. അപ്പം ഇതിന്റെയൊക്കെ ഫലമാണ് ഞാൻ ഇന്ന് അവതരിപ്പിച്ചത്. നമുക്ക് ഇങ്ങനെയുള്ളത് തീർച്ചയായിട്ടും ഉത്തേജനമാണ്. നമുക്ക് അധ്യാപകർക്ക് ഇതൊക്കെ തന്നെയല്ലേ മുതൽക്കൂട്ട്. ഞാൻ പണം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലല്ലേ പോയത്. അല്ല, മറ്റൊരു കാര്യം, ഈ പുട്ടുകുറ്റി 2-3 പുട്ടുകുറ്റികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പുട്ടുകുറ്റി സീരീസ് ആയിട്ട് ചെയ്യുന്നത്? എന്താണ് സംഭവം അത്? പുട്ടുകുറ്റി സീരീസ് ഇതേപോലെ കൈറ്റ് വിക്ടേഴ്സിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ച ഒരു ലേഖനം, പേരന്റിങ് ആണ് വിഷയം. അപ്പൊ എഴുതി വെച്ച ലേഖനം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുട്ടുകുറ്റി ഒന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ 10-12 എഴുതി വെച്ചിട്ടുണ്ട്. ബേസിക്കലി പുട്ടുകുറ്റിയുടെ വിഷയം ഇതാണ്. ഒന്നാമത്തെ പുട്ടുകുറ്റിയുടെ വിഷയം അധ്യാപകരെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും IAS ഒക്കെ ആക്കാൻ വേണ്ടി കുട്ടികളല്ല പഠിക്കുന്നത്, അധ്യാപകരല്ല കുട്ടികളെ. ബേസിക്കലി കുട്ടികളെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആക്കാനായിട്ട് നമുക്ക് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചെന്നാൽ അവരല്ല പഠിക്കുന്നത്, അവരുടെ പേരൻസ് ആണ് പഠിക്കുന്നത്. പലപ്പോഴും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നത് ആ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരിന്ന് പഠിക്കുന്ന കണ്ട് അന്തം വിട്ട് ഞാൻ എഴുതിയതാണ് പുട്ടുകുറ്റി. അതുകൊണ്ടാണ് അതിന് സ്വീകാര്യതയും വന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് നാടൻപാട്ടിന്റെ സന്നിവേശമുണ്ട്. തീർച്ചയായിട്ടും അതൊരു പുസ്തകമായിട്ടേക്ക് ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പുട്ടുകുറ്റി എന്നുള്ള പ്രയോഗത്തിന്റെ പ്രസക്തി എന്താണ് ഞാൻ ചോദിക്കുന്നത്? അത് പറയാം. നമ്മൾ അടുക്കള എപ്പോഴും ഒരു പുതിയ കട തുടങ്ങാൻ പോകുന്നു. നമ്മൾ എന്ത് കടയായിരിക്കും തുടങ്ങുന്നത്? തീർച്ചയായിട്ടും ബേക്കറി ആയിരിക്കും, അല്ലെങ്കിൽ ഹോട്ടലായിരിക്കും തുടങ്ങുന്നത്. അടുക്കള നമ്മളെപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പുട്ടുകുറ്റി എന്താ നമ്മൾ ചെയ്യുന്നത്? പുട്ടുകുറ്റിയില് നമ്മള് പുട്ട് പുഴുങ്ങുകയാണ്. എന്നിട്ട് ആ പുട്ട് പുഴുങ്ങി പോലുള്ള നമ്മുടെ ജീവിതമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നിട്ട് പക്ഷെ ഞാൻ ആദ്യത്തെ പുട്ടുകുറ്റി പറഞ്ഞത് ഒരു പുട്ടുകുറ്റി എന്ന് പറയുന്നത് ഒരു ഉദ്ദേശം മാത്രമല്ല, പുട്ട് പുഴുങ്ങുക മാത്രമല്ല, കൂട്ടത്തിൽ വെള്ളം തിളപ്പിക്കാം, ആവി കൊള്ളാം, മുട്ട പുഴുങ്ങാം, മൾട്ടി പർപ്പസ് ആണ്. ശരിക്കും നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. നമുക്ക് വെറും ഒരു സ്ട്രെയിറ്റ് ലൈനുള്ള ലൈഫല്ല, നമുക്ക് മൾട്ടി പർപ്പസ് ആണ്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ വിജയിക്കുന്ന വഴിയിൽ നമ്മൾ പോകും. പക്ഷെ നമ്മൾ ആ വഴിയിൽ കൊണ്ടെത്തിക്കുന്ന ഒത്തിരി ഘടകങ്ങളാണ്. നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അന്തരീക്ഷം, ഇതെല്ലാമാണ്. എല്ലാം ചേർന്നാണ് പുട്ടുകുറ്റി. വ്യത്യസ്തമായ വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പുട്ടുകുറ്റിയുടെ ആവിഷ്കരിക്കുന്നു. ലേഖനമാണ് എൻ്റെ ഇഷ്ട വിഷയം. അതൊരു ലേഖന കഥ രൂപത്തിലാണെന്ന് മാത്രം. എന്തായാലും ശ്രീ ജി അഞ്ജിത്ത്, താങ്കളുടെ ഈ പുട്ടുകുറ്റിയും അതുപോലെ തന്നെ ഈ ഇക്വേഷൻസ്, ധനതത്വ ശാസ്ത്രത്തിലെ ഇക്വേഷൻസ്, ഈ ഫോർമുലാസ്, ഇതൊക്കെ ഇങ്ങനെ പാട്ടുരൂപത്തിലാക്കി അത് കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ ഗുണകരമാവുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന ഈ ശൈലി ഇത് എന്തായാലും പ്രോത്സാഹനജനകമാണ്. അത് അങ്ങനെ തന്നെ തുടരട്ടെ. അതിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരാനും സാധിക്കട്ടെ. സി മലയാളം ന്യൂസിനൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് നന്ദി. ഹൃദയംഗമായ നന്ദി പറയുന്നു. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻടു പി ബൈ ക്യൂ. താങ്ക് യു.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.